1000 കെയറിങ് വലുത്തിട്ട് ഓളോളെ വൈക്ക് പോയി ഒന്നും കിട്ടാൻ. മലയാളത്തിൽ പറയടാ. എടാ അറിയണ ആരെയും പറയും. എനിക്ക് ഇതിന്റെ ചരിത്രം പൂർണ്ണമായിട്ട് അറിയില്ല. അപ്പോ ടൈം എത്ര ദിവസം? ടൈം 11:23 മൂക്കിനുള്ളിൽ കാണിച്ചിരിക്കും. അപ്പോൾ 11:23. അപ്പോൾ ഋതുദാസിന് പെട്ടെന്നൊരു മൂഡ് രാത്രി പുറത്തിറങ്ങണമെന്ന്. അപ്പം അങ്ങനെ പുറത്തിറങ്ങാൻ വേണ്ടി നിൽക്കാം. ആരൊക്കെ? ഞാനുണ്ട്, സുബിയുണ്ട്, ഋതുദാസുണ്ട്, 2 കളകൾ ഇവിടെ കിടക്കുന്നുണ്ട്. നമ്മളോട്ടെ ഓക്കെ ബൈ. അങ്ങനെ ജമാ മസ്ജിദും കണ്ട് ഡൽഹി സ്ട്രീറ്റിലൊക്കെ കറങ്ങി നല്ല തലവേദന എടുത്ത് കിടക്കാൻ നിൽക്കുമ്പോൾ ഋതുദാസ് പറയുന്നത്, വാടാ നമുക്ക് ഡൽഹിക്കൊന്ന് കറങ്ങി വരെ രാത്രി. അങ്ങനെ നമുക്ക് തോന്നി കിടക്കാൻ എല്ലാവരും ഇങ്ങോട്ട് വന്നത്. അങ്ങനെ ഓരോടും ബൈ പറഞ്ഞ് നമ്മൾ 3 ഇറങ്ങി. ഇപ്പോഴും നമുക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്താ വെച്ചാൽ, ബൈ പറഞ്ഞിറങ്ങി ഇൻസു നമ്മളപ്പം എങ്ങനെ എത്തിയ. ഇപ്പോൾ റിസ്വാനോടെ കിടക്കാൻ കേട്ടോ. ഓനക്ക് രാത്രി ഉറക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കി എന്തും അത് വിട്ടുള്ള പരിപാടിക്ക് നോന്നിക്കൂല. റൂമിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോയത് ജമാ മസ്ജിദിന്റെ അടുത്തേക്ക് തന്നെ കേട്ടോ. കാരണം നമ്മുടെ തൊട്ടടുത്തുള്ള ജമാ മസ്ജിദിനാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് വിചാരിച്ച് വേറെ എവിടേക്കും പോവാം. അങ്ങനെ മാപ്പ് ഇട്ട് നോക്കിയപ്പോൾ തൊട്ടടുത്തായിട്ട് ഡൽഹി ഗേറ്റ് പറഞ്ഞ സ്ഥലമുണ്ട്. തൊട്ടടുത്ത് പറയുമ്പോൾ ഏകദേശം 2 കിലോമീറ്റർ നടക്കാൻ കേട്ടോ. അങ്ങനെ നമ്മൾ 4 കൂടി ഡൽഹി ഗേറ്റിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. ചായ കുടിക്കുന്നു. ചായ നമ്മൾ ഇന്ത്യ ഗേറ്റിൽ എത്തിയിരിക്കുന്നു. ഇന്ത്യ ഗേറ്റ് കാണേണ്ടവർ കണ്ടോളൂ. നമ്മൾ ഇന്ത്യ ഗേറ്റിന്റെ മുന്നിലാണ്. ഇതാണ് ഇന്ത്യ ഗേറ്റ്. ഇതിന് ഭ്രാന്തായി. ഗൈസ് ബൈ ദ വേ അത് ഇന്ത്യ ഗേറ്റ് അല്ലേനു, ഡൽഹി ഗേറ്റ്. ആകെ അറിയണ ഒരു ഗേറ്റ് അത് ഇന്ത്യ ഗേറ്റ് ആയതുകൊണ്ട് എല്ലാരും തൊള്ളയിലും ഇന്ത്യ ഗേറ്റ് തന്നെയാണ് കേട്ടോ വന്നത്. ഇന്നിപ്പോ ഇവിടെ എത്തിയതിന്റെ ശേഷം കേട്ടോ ഈ ഡൽഹി ഗേറ്റ് പറഞ്ഞ സംഭവം ഉണ്ട് തന്നെ അറിഞ്ഞത്. അങ്ങനെ കുറച്ച് നേരം നമ്മൾ ഇവിടെ തിരിഞ്ഞു കളിച്ച് അങ്ങനെ നമ്മൾ റിട്ടേൺ പോവാൻ നിൽക്കാട്ടോ. അങ്ങനെ നമ്മുടെ അടുത്തൊരു ബായി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്താ ഈ രാത്രി ഇവിടെ നിൽക്കണേ? ഈ സ്ഥലം അത്ര സേഫ് അല്ല, ഫുൾ ഓഫ് കള്ളന്മാര്, പിടിച്ചു പറിക്കാര് അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് മൂപ്പര് ഹിന്ദിയിൽ പറഞ്ഞു. അങ്ങനെ നമ്മൾ ആകെ കുറച്ച് പേടിച്ചു പോയി. കാരണം എന്റെ കയ്യിലുള്ളത് അർജുന്റെ ഫോണിൽ. അങ്ങനെ ആ ഫോണിന്റെ മേലെ റിസ്ക് എടുക്കാൻ വയ്യാത്തതിനോണ്ട് ഫോണും കീശയിലിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് തിരിച്ച്. നമ്മൾ 2 കിലോമീറ്റർ തിരിച്ച് വീട്ടിലേക്ക് നടക്കണം. നമ്മളങ്ങനെ ചെക്കൗട്ട് അടിച്ച് പോവാണ്. എന്താന്ന് വെച്ചാൽ ചളി പെളിയാണ് മഴ ചെയ്തത്. എന്നാലും രാത്രി ബഹുത് ബഡാ ബാരിഷ്. എടേ തണുപ്പൊന്നും ഇല്ലേ? തണുപ്പ് അവിടെ പോയി. അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി. ഇപ്പൊ ഉച്ചയായി. കരീം ബിരിയാണി പറഞ്ഞൊരു ബിരിയാണി സെന്റർ ഉണ്ട് പറഞ്ഞിട്ട് നൈസാണെന്നൊക്കെ പറഞ്ഞു. റിസ്വാൻ ഭായിന്റെ ഐഡിയ കിട്ടും കരീം ബിരിയാണി ഒക്കെ. അതൊന്ന് പോയി നോക്കണം, എന്താ അവസ്ഥ അറിയില്ല. അത് കഴിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാം. ഇവിടുന്ന് നേരെ പോയി ലെഫ്റ്റ് കളയാം. ഫുള്ള് ഇവിടുത്തെ ട്രാഫിക് സീൻ നോക്കി കണ്ടോ. ഇവിടെ ഹോണടി വെറുതെ ഹോണടിക്കുക. 1 വേ ഇല്ല, 2 വേ ഇല്ല, എല്ലാ വേ കൂടിയാണ്. അങ്ങനെ കരീം ബിരിയാണി സെന്ററിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോയോണ്ടിരിക്കാം. ടേസ്റ്റ് ചെയ്ത് തരാം. ഏതാണ് അപ്പൊ കാണിച്ചു തരാം. ഇതാണ് കരീം ബിരിയാണി സെന്റർ. അങ്ങനെ ഇന്ന് രാത്രി നമ്മുടെ ജമ്മു താവി ട്രെയിൻ ഉണ്ട്. അപ്പോ എത്ര മണിക്കാണ് ന്യൂസ്? 14 വെയിറ്റിംഗ് ലിസ്റ്റ് കുറഞ്ഞ കിട്ടാൻ ചാൻസ്. അപ്പൊ ബിരിയാണി വന്നിട്ട് കാണാം. ബിരിയാണി വന്ന് കുറച്ചു നേരമായി. ആ ഫ്ലോയില് വ്ലോഗ് എടുക്കാൻ വന്നത് കുറച്ച് കഴിഞ്ഞ് കാണിച്ചെടുക്കും ഗായ്സ്. ഓക്കെ തിന്നതിൻ്റെ വരാം ഗായ്സ്. ബിരിയാണി കഴിച്ചു. ഫുള്ളിന് 5 കിലോ ഉള്ളൂ ഗൈസ്. നമ്മുടെ നാട്ടിലെ മന്തി റൈസിന്റെ ഒക്കെ ഒരു റൈസ് നല്ല ബിരിയാണിയാണ്. പക്ഷെ ക്വാണ്ടിറ്റി ഭയങ്കര കുറവായിരുന്നു. 540 190 3 കഴിക്കാനുള്ളതിന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നടക്കുന്ന
അപ്പോൾ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ പുറത്ത് പോയി 50 രൂപയ്ക്ക് ബിരിയാണി കഴിക്കട്ടെ. കരീം ഹോട്ടലിൽ നിന്ന് ബിരിയാണി കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ കാണുന്നത് പിന്നെ ഒരു ബിരിയാണി കഴിക്കാൻ എന്നാട്ടോ. എല്ലാവരും മനസ്സറിഞ്ഞെങ്കിലും വയറായിരുന്നു നടന്നില്ല. भैया केरला वाला हाय केरला वाला भाई सांबर वाला नहीं. അങ്ങനെ പുറത്തുനിന്ന് കിട്ടുന്ന 50ന്റെ ബിരിയാണിയും കഴിച്ച് നമ്മൾ നേരെ പോയത് കാശ്മീരിലേക്ക് ആവശ്യമുള്ള ജാക്കറ്റും ഷോക്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. 50 രൂപ ജാക്കറ്റ് തൊപ്പി നടക്കുക കേട്ടോ. ഡൽഹിയിൽ അങ്ങനത്തെ ജാക്കറ്റ് ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഡൽഹിയിലുണ്ട്. ഇവിടെ ഉള്ളതൊക്കെ 200 രൂപയ്ക്ക് 300 രൂപയ്ക്ക് കാണാം. അപ്പോൾ നമ്മൾ 50 രൂപയ്ക്ക് 100 രൂപയ്ക്ക് ജാക്കറ്റ് ഇവിടെ കിട്ടാൻ നോക്കിയെടുക്കാം. 50 രൂപയ്ക്ക് ജാക്കറ്റും തൊപ്പി പോയാൽ നമ്മൾ 50 രൂപയ്ക്ക് കൂളിംഗ് ഗ്ലാസ് ഇട്ടുന്ന സ്ഥലത്തായിട്ട് എത്തിപ്പെട്ടത്. നമ്മുടെ നാട്ടിൽ 100-150 വിൽക്കുന്ന കണ്ണട കേട്ടോ ഇവിടെ 50 രൂപയ്ക്കുള്ളത്. അത് ഓര് പറഞ്ഞ റേറ്റാണ്. വേണമെന്നുണ്ടെങ്കിൽ അതിനും കുറേനും. പക്ഷെ നമ്മൾ ബാർഗെയിൻ ചെയ്യാൻ തോന്നിയില്ല. അങ്ങനെ അവിടുന്ന് ഒരു കൂളിംഗ് ഗ്ലാസും വാങ്ങി നമ്മൾ നേരെ റെഡ് ഫോർട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ റെഡ് ഫോർട്ടിലേക്കുള്ള പോക്ക് ഇങ്ങനെ പോവുകയാണ്. റെഡ് ഫോർട്ടിലേക്ക്. റെഡ് ഫോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. റെഡ് ഫോർട്ട് എന്തോ ജാനുവരിയിൽ എന്തോ ക്ലോസ് ആന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ പോവാണ്. പക്ഷെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നല്ല ക്രൗഡും ഉണ്ട്. നല്ല ക്രൗഡ്. അപ്പോൾ റെഡ് ഫോർട്ട് ഒന്ന് പോയി നോക്കട്ടെ. റെഡ് ഫോർട്ട് റെഡ് ഫോർട്ട് റെഡ് ഫോർട്ട് റെഡ് ഫോർട്ട് ഗായ്സ് നമ്മൾ റെഡ് ഫോർട്ടിലെത്തിയിരിക്കുന്നത്. റെഡ് ഫോർട്ട് റെഡ് ഫോർട്ടിലെത്തിക്കുന്നത്. എന്താ പ്ലാനിങ്? ഫൈനലി വി ആർ ഇൻ റെഡ് ഫോർട്ട്. ഇപ്പൊ സുബി വിളിക്കുന്നുണ്ട്. ബിസ്ക്കറ്റിന്റെ പാക്കറ്റ് എന്റെ ഇതിൽ വെക്കണോ? അതാണ്. പക്ഷെ നടക്കൂല. ഭായി ഒരു വൃത്തികെട്ട ചെങ്ങായി. അത് ഒന്നും വെക്കാൻ കഴിയില്ല. ഓന്റെ ബാഗിൽ ഫുള്ളാണ്ട് പൊടി മാത്രം. എന്റെ മോറും പറയിപ്പിക്കണ ചൂടായി. എല്ലാരും നോക്കിയാ നോക്കടാ 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 എല്ലാരും സുഖിയ 0.5 എല്ലാരും ഉണ്ടോ?